ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ കഠിനമായി പരിശ്രമിക്കുന്നുണ്ട്. ഡിഗ്രി, PG, PhD മറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ജോലി ആയിട്ടില്ല പറഞ്ഞ ആളുകൾ അവരെ കളിയാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു തീമാണെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ 60-70 പ്രായമായി കഴിഞ്ഞാൽ തീരും. അപ്പോൾ ഈ ലൈഫിലുള്ള ഓരോ മൂമെൻറ്റ്സും എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യം. ജീവിതത്തിൽ ദുഃഖങ്ങളും സന്തോഷങ്ങളും വരും. അപ്പോൾ നമ്മൾ സന്തോഷമുള്ള കാര്യങ്ങൾ തേടി പിടിക്കുക. അതായത് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടണ തെറ്റല്ലാത്ത എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണം. മോശപ്പെട്ട അല്ലാത്ത ഏത് കാര്യങ്ങളും സാറ്റിസ്ഫാക്ഷൻ കിട്ടണ നമ്മൾ ചെയ്യണം. യാത്രകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ യാത്രകൾ പോകണം. കാരണം യാത്രകൾ എന്ന് പറയുന്ന ഒരു മതത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിലോ തെറ്റായ രീതിയിൽ ഒരിക്കലും പോലും പരാമർശിക്കുന്നില്ല. അതുപോലെ ക്യാമ്പസ് ലൈഫ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളോടാണ് പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മോസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസാണ് ക്യാമ്പസ്. ക്യാമ്പസിൽ നിങ്ങൾക്ക് രാഷ്ട്രീയം കാര്യങ്ങൾ അങ്ങനെ വേറെ ലോകം, നിങ്ങൾക്ക് അതിൻ്റെ വില അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അറിയില്ല അതിൻ്റെ വില. നിങ്ങൾക്ക് ആ ക്യാമ്പസ് വിട്ട് ഇറങ്ങി പോരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ ക്യാമ്പസുകളിലൊക്കെ എത്തുമ്പോൾ അവിടെ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ആ ക്യാമ്പസ് ചെയ്യും. നല്ല ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യത്തിലാണ്, രാഷ്ട്രീയത്തിൻ്റെ കാര്യത്തിൽ, വ്യക്തിത്വ പേഴ്സണാലിറ്റി, ജീവിതത്തിലേക്ക് ഉപകാരപ്പെടുന്ന ഒരു ജോലി എന്നെല്ലാ രൂപത്തിലും ഈ ക്യാമ്പസ് ഉപകാരപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ട് കാര്യമില്ല നമുക്ക് വേറൊരു എന്താ പറയുക മണ്ടത്തരായിട്ടുള്ള ആശയമാണ്. കുറേ പഠിച്ച് കാര്യമില്ല, പൈസയാണ് ഏറ്റവും വലുത്, പൈസേൻ്റെ പുറകെ. അങ്ങനെയല്ല, നമ്മൾ കുറേ പൈസ ഉണ്ടാക്കി വെച്ചിട്ട് അത് നമുക്ക് അനുഭവിക്കാൻ കഴിയാതെ പോയതുകൊണ്ട് കാര്യമില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ ആസ്വദിക്കേണ്ടത് ഇത്തരത്തിൽ ക്യാമ്പസ് ലൈഫ് ആസ്വദിക്കണം. അതോടൊപ്പം നമുക്ക് വേറെ ഏതൊക്കെ മേഖലകളിൽ നമ്മുടേതായ കഴിവുകൾ തെളിയിക്കാൻ കഴിയുമോ അതെല്ലാം നമ്മൾ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ജീവിതത്തെ നല്ല രീതിയിൽ നമുക്ക് ജീവിതത്തെ മാറ്റിയെടുക്കാൻ കഴിയുള്ളൂ. നമുക്ക് ജീവിതത്തെ നമുക്ക് ആസ്വാദകരമാക്കി തീർക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യണം. തെറ്റായ കാര്യങ്ങൾ തീർക്കും. മദ്യപാനം, പുകവലി, ലഹരി ഇതൊക്കെ തെറ്റാണ്. പകരം നമുക്ക് ജീവിതത്തിൽ സന്തോഷം തരുന്നതായ കാര്യങ്ങൾ, യാത്രകളാവട്ടെ, അല്ലെങ്കിൽ ഏത് മേഖലകളിൽ പഠനമാണ് നിങ്ങൾക്ക് താല്പര്യം, ആ പഠനം, അല്ലെങ്കിൽ ലൈബ്രറികളിൽ ഇഷ്ടംപോലെ ബുക്സ് കിട്ടും, അത് നിങ്ങൾ വായിക്കൂ. അല്ലെങ്കിൽ പാട്ടുകൾ കേൾക്കാനാണെങ്കിൽ നല്ല നല്ല പാട്ടുകൾ ആസ്വദിക്കൂ. ഈ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ജീവിതമാണ്, ഇത് നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടില്ല. ഇത് നമ്മുടെ ജീവിതത്തിൽ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു എന്താ പറയുക വളരെയധികം നമ്മളെ ക്യാച്ച് ചെയ്യുന്ന മെമ്മറികളാണ് നമ്മുടെ ലൈഫുകളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപിരിയുന്ന അവസാന നിമിഷം വരെ നമുക്ക് നന്നായി ജീവിക്കാനുള്ള അവസരമുണ്ട്. പക്ഷേ അത് നമ്മൾ കണ്ണ് തുറന്ന് കണ്ട് എക്സ്പ്ലോർ ചെയ്യുന്നില്ല എന്ന് മാത്രം. ഇപ്പം ഇന്നത്തെ കാലത്ത് ഫോണൊന്നും ഇല്ലാത്ത ആളുകൾക്ക് ലൈഫ് എക്സ്പ്ലോർ ചെയ്യാൻ കഴിയണില്ല, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഞെരുക്കില്ല ആളുകൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ കഴിയണില്ല എന്നൊക്കെ വെറും തോന്നലാണ്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ എത്രയോ ലൈബ്രറികളുണ്ട്, അവിടെ എത്രയോ പുസ്തകങ്ങൾ നമ്മളെ തേടി കാത്തിരിക്കുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ KR മീരയുടെ ആരാച്ചാർ ഒക്കെ പോലത്തെ സുന്ദരികളും സുന്ദരന്മാരും, ഉറൂബിൻ്റെ മനോഹരമായ സാഹിത്യങ്ങൾ, അങ്ങനെ എത്ര പുസ്തകങ്ങൾ നമ്മൾ തേടി കാത്തിരിക്കുന്നത്, അല്ലെങ്കിൽ എത്ര സിനിമകൾ, എത്ര സോങ്സ്, അതുപോലെ എത്ര കാര്യങ്ങൾ നമ്മളെ തേടി കാത്തിരിക്കുന്നു. നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഡിപ്രഷൻ അടിച്ച് ജീവിതത്തിലൊന്നും അതിൽ എവിടെ എത്തിപ്പെട്ടില്ല എന്നിങ്ങനെ. നിങ്ങൾക്ക് കിട്ടുന്ന സാമ്പത്തികം കൊണ്ട്, നിങ്ങളുടെ വരുമാനം കൊണ്ട് എത്രത്തോളം നിങ്ങളുടെ ജീവിതം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുക അത്രത്തോളം എക്സ്പ്ലോർ ചെയ്യുക. ആ ഒരു തീം നിങ്ങൾക്ക് എത്തിക്കുക, ആ ഒരു ആശയങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാൻ വന്നത്, ആ ഒരു മെസ്സേജ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ലൈഫ് എക്സ്പ്ലോർ ചെയ്യാം.